എന്താടാ കളി കാണാ എന്തോ പറ്റിയേ? നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നേ? എന്നെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ക്രിക്കറ്റും കണ്ടോണ്ടിരുന്നോ? എനിക്കിങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ വയ്യ. എങ്കിൽ നമുക്കൊരു വേലക്കാരി വെച്ചാലേ? അണ്ണാ അങ്ങനാണെങ്കിൽ ഞാൻ ഒരു പെണ്ണെ സെറ്റ് ചെയ്ത് തരാം. ഇവള് നാളെ അങ്ങ് വീട്ടിൽ പോകും. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിങ് എന്നാൽ ഞാൻ ഒന്ന് വിളിച്ചോളാം. അതാണോ ഞാൻ പറഞ്ഞേ, ഒരു വേലക്കാരി സെറ്റ് ചെയ്ത് തരാന്ന്. വെറുതെ കൊതിപ്പിച്ച് പാടായിരുന്നു. പെണ്ണെന്ന് കേട്ടാ കമന്നങ്ങ് വീഴും. മനുഷ്യ, കിണറ്റിൽ ഒരു തുള്ളി വെള്ളമില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞതാ ഒരു പുതിയ കിണർ കുഴിക്കാൻ. അതിനൊക്കെ ഒരുപാട് പൈസയാവും. പറയുന്ന കണക്കൊന്നും എന്നെ കെട്ടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴേ വെറും കൈയോടല്ല വന്നത്. അത് ശരിയാ. എവിടെ ഒരു കയ്യിലും ബൊക്കയും മറ്റേ കയ്യിലും മാലയായി. നിങ്ങൾ ഒറ്റ ഒരുത്തന്മാരാ ഇങ്ങനെ വഷളാക്കുന്നത്. അല്ലേ ഇപ്പൊ പഞ്ചായത്തിന് സ്വഭാവത്തിന് നാഷണൽ അവാർഡ് കിട്ടിയേനെ. കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് കൊടുക്കൂടാ. കൊറേ ക്രിക്കറ്റ് ഭ്രാന്തന്മാര്. പിന്നെ ദേ ഒന്നും അല്ലെങ്കിൽ കിണർ കുഴിച്ചു തരണം, അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോവും. എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്ക്. ഒരു മനസ്സും ഓണം തരത്തില്ല. ലോഡിങ് ആരാ നിങ്ങളെ? ഒന്നിറങ്ങി വാടാനായിട്ട്. ഏയ്, നിനക്ക് ആണുങ്ങൾ സംസാരിക്കുന്നത് എന്താ കാര്യം? നിനക്ക് കോളേ പോണ്ടേ? എന്നാ പിന്നെ നിങ്ങൾ വന്ന് വിരിക്കേ. പിന്നെ അടിച്ചടിച്ച് കുളിച്ചോണ്ട് പോയിക്കോളാം. ആദ്യം നീയൊക്കെ പോയി കുളിക്ക്. അയ്യോ എടാ, അവള് പറഞ്ഞ പോലെ ചെയ്യും. നീ എന്ത് ചെയ്യും? ചിന്തിക്ക്. ചന്തിക്ക് എന്താ പറ്റിയണ്ണ? എടാ ചിന്തിക്കാൻ. ചേച്ചി പോവാണെ പോട്ടെണ്ണ, എന്തിനു ഞാനില്ലേ? എടാ, അടുത്ത വർഷം എനിക്ക് കുഞ്ഞിക്കാല് കാണണമെന്നുണ്ട്. നിന്നെ കൊണ്ട് പറ്റില്ല. ഇല്ല. എടാ, ആവേശം കയറൊന്നും പറയരുത്, ഞാൻ പറഞ്ഞേക്കാം. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, കിണർ കുഴിക്കണം. അതിന് സ്ഥാനം വേണം. നീ കിണർ കുഴിയുടെ പ്രസിഡന്റ്, യവൻ അതിന്റെ സെക്രട്ടറി. അതല്ലെന്ന്, കിണർ കുഴിക്കണമെങ്കിൽ അതിന് സ്ഥാനം കാണണമെന്ന്. അതിന് പറ്റിയൊരാള് എൻ്റെ കയ്യിലുണ്ട്, മോഹനം ഗുരുക്കൾ. പുള്ളി ഒരു സ്ഥാനം കണ്ടു കഴിഞ്ഞാൽ അവിടെ വെള്ളം കണ്ടിരിക്കും. കാണുവോടെ? 100% കണ്ടിരിക്കും. ഒന്നും കൊണ്ട് പേടിക്കണ്ട, എല്ലാ സെറ്റ്. മോഹനം ഗുരുക്കൾ ഇപ്പൊ വരും. ഉറപ്പാണോടേ? ചുമ്മാ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഗുരുക്കട കൈ ഒരു തേങ്ങയുണ്ട്, അത് വെച്ചാ അയാൾ സ്ഥാനം കണ്ടുപിടിക്കുന്നത്. തേങ്ങ വെച്ചാ? ഗുരുക്കള് തേങ്ങയും കൈ വെച്ചുകൊണ്ട് നടക്കും. ഭൂമിയിൽ എവിടെ വെള്ളമുണ്ടോ അവിടെ ചെല്ലുമ്പോൾ തേങ്ങ കറങ്ങി നിൽക്കും. അവിടെ കുഴിച്ചാൽ വെള്ളം കാണും. അണ്ണ, ഈ ചന്ദ്രന് വെള്ളം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് ആരാന്നറിയോ? ഇങ്ങനെ മുതുക്ക് മുത്തച്ഛനാ. അറിയോ? എന്താ ചോമ, യവനെന്തോ അറിയണ്ണ? സത്യം. ഈ ചന്ദ്രന് വെള്ളം ഉണ്ടെന്ന് സംശയം വന്നപ്പോൾ ഇവരുടെ മുത്തച്ഛൻ തേങ്ങ കൊണ്ട് പുറത്തിറങ്ങി മന്ത്രം ചൊല്ലി തേങ്ങ മേരെ മേലോട്ട് പിടിച്ചു. തേങ്ങ കറങ്ങി മേരെ ചന്ദ്രന് ചെന്നു. അപ്പം മനസ്സിലായി ചന്ദ്രന് വെള്ളം ഉണ്ടെന്ന്. നീ കണ്ടായിരുന്ന? ഗുരുക്കള് പറഞ്ഞു. നീ ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കുന്നടാ? ആദ്യം വിശ്വസിച്ചൊന്നുമില്ല. ഗുരുക്കൾ അടിച്ചുകൊണ്ടിരുന്ന പൈൻറ്റിൻ്റെ പാതി വേണമെങ്കിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. അണ്ണാ എന്തുവായാലും ഒന്നുറപ്പാ, ഗുരുക്കൾ വന്നാൽ വെള്ളം കണ്ടിരിക്കും. തേങ്ങ നമ്മൾ കൊടുക്കണോടാ? വേണ്ട, ഗുരുക്കട തേങ്ങയായിട്ട് ഇനി പോരും. ഇതാ ഞാൻ പറഞ്ഞ ഗുരുക്കള്. ആൻസ് തറയിലങ്ങ് പോയല്ലോ. അയ്യോ ദൈവമേ, കണ്ടു കാണൂ, കാത്തുകൊള്ളണേ സർവേശ്വരാ. അയ്യോ, നമസ്കാരം. 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 അയ്യോ, ഇത് ഇനി ഇതേതാവതാരം? എന്തോന്നടേ? സദാസ്തു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നെ മനസ്സിലായി കാണുമല്ലേ? ഗുരുക്കളല്ലേ? കുരുക്കളല്ല, നേരത്തെ 10 നില പൊടിയാ. ഇവന്റെ ചെവിയിൽ എന്താ ചക്കക്കുരുട്ടി ചേറ്റിട്ട്? നിങ്ങളൊന്നും പേടിക്കണ്ട, എന്റെ ഈ തേങ്ങ വെള്ളം കാണിച്ചിരിക്കും. നിന്റെ ഈ തേങ്ങയിലെ വെള്ളം കാണാനല്ല ഇവിടെ നിൽക്കണം. ഇവിടെ ഒരു കിണർ കുത്തണം, അതിൽ വെള്ളം കാണണം. അതാ പറഞ്ഞത്.
തേങ്ങ കൊണ്ട് വെള്ളം ഉള്ളിടത്ത് സ്ഥാനം കാണും. അവിടെ ഞാൻ കിടന്ന് ഞാൻ കുഴിക്കും. ഇതിലും എഴുതി ഞാൻ കണ്ടിരിക്കുന്നു. ദുബായിലെ ഗുർജിക്കലിന്റെ സ്ഥാനം കണ്ടിരിക്കുന്ന ആരാ? ഇനി വന്നാണ്. അയ്യോ, വാ, വാ, വാ. കൊല്ലാൻ പോകുന്നു. എന്നിട്ട് നേരത്തെ ചന്ദനി പോയി വെള്ളം കണ്ട കേസ് ഞാൻ ഇവിടെ പറഞ്ഞു. മൊത്തം പൊളിഞ്ഞിരിക്കുക. ഇനി ആ ഡയലോഗ് ഒന്നും വേണ്ട കേട്ടാ. വാ, വാ, വാ. ശരി, അതാരായിരുന്നു? ഏതോ കാട്ടറവി. അത് വിട്ടുകളാ, കേസ് വിട്ടാരേ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. പൂജയ്ക്കുള്ള സാധനം ഇവിടെ. പൂജയ്ക്കുള്ള സാധനം ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കാതെ അത് പോയി. നിങ്ങൾ ആദ്യം പോയിരിക്കണം. എന്നിട്ട് ഞാൻ തന്നെ പോ. ഓം ക്രീം മഹാകാളി രുദ്രകാളി ഭദ്രകാളി. എല്ലാരും പ്രസാദം മേടിച്ചാട്ടെ. മേടിച്ചോ, ഞാൻ മേടിച്ചു. എന്നാ ചേച്ചി മേടിച്ചോ. പിടിച്ചോ. അയ്യോ ക്രീം. ഓ പുള്ളില് മറന്നും പോയല്ലോ ഞാൻ. ഇനി എന്തോ ആണോ തേക്കവിടെ? തേച്ചു കൊടുക്കടാ. എങ്ങനെയുണ്ട്? ചന്തി തേക്കാണെന്നോ പറഞ്ഞത്? തെക്കവിടെ? ഇവിടെ എല്ലാം തെക്ക. ഓ അങ്ങോട്ടുണ്ട്, ആ, ഇങ്ങോട്ടുണ്ട്, വടക്ക് അവിടെയുണ്ട്. ഭാഗത്താണല്ലേ. നിനക്ക് എവിടുത്തെ തെക്കുള്ളിൽ എടുക്കാം. ഞാൻ ഈ തേങ്ങ കൊണ്ട് വീടിന് ചുറ്റും വലം വയ്ക്കും. വെള്ളമുള്ള സ്ഥലത്ത് തേങ്ങ കറങ്ങും. അവിടെ കുഴിക്കാം. ഇനി ആരും മിണ്ടരുത്. ആയിക്കോട്ടെ. ശരി ശരി. അയ്യോ ചാടിക്കോ. ഓടി അങ്ങേരോട് പറ, വാഴയുടെ മുട്ടി പട്ടിയെ കെട്ടിയിട്ടേക്കണം. അതിന്റെ വായിലൊന്നും കയറി കൊടുക്കാറുന്നാ മതിയായിരുന്നു. പറയേണ്ടി വന്ന ഗുരുക്കൾക്ക് മനസ്സിലായി. ഗുരുക്കളുടെ കരച്ചിലല്ല, അപ്പൊ തേങ്ങ തന്നെയാ കടിച്ചു. അയ്യോ, ആരാ ഈ ബാബു? ഞാനാ ബാബു. ആ, ഒരു സമസ്യ ഉണ്ടായിരുന്നു. ഒന്ന് ഉപ്പിടണം. എവിടെ പോന്നടാ? പേന എടുത്തോണ്ട് വരാന്ന് വിചാരിച്ചു. പേനയൊക്കെ ഇവിടെ ഉണ്ട്. എന്തുവായിരുന്നു കേസ്? ഒരു പരീക്ഷ നടത്തിയ സാറേ. എന്ത്? ഈ ജലത്തിൽ നിന്നൊക്കെ ആവിയൊക്കെ വേർതിരിച്ചു വിടുന്ന ഒരു പരിപാടി. അത്രേ ഉള്ളൂ. ഓ, മാറ്റിയേനി പിടിച്ചത് സാറേ. ആണോടാ? നീടാ ആരാടാ? കിണറിന് സ്ഥാനം കാണാൻ വന്ന ഗുരുക്കളാണേ. ആരാ ചേച്ചി ഇത്? കിണറിന് സ്ഥാനം കാണാൻ വന്ന ഗുരുക്കളാ മോളെ. കുളിമുറിയിലാണോടാ നിന്റെ സ്ഥാനം കാണല്? മുറുകി പറ്റാ ഞാൻ ഇന്ന്. ഗുരുക്കളെ ഞാൻ പറഞ്ഞില്ലയോ വെള്ളം ഉള്ളിടത്ത് തേങ്ങ നിൽക്കും? ഞാൻ പറഞ്ഞില്ലയോ? വെള്ളം ഞാൻ കലക്കും. ഇതൊക്കെ ആരെടുത്ത് ഇനി പറയാനാ? ഇതാരാ? പോലീസുകാരനാണേ. ഈ ചെറിയ ആവശ്യത്തിനൊക്കെ പോലീസുകാരെ വിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതാരടാ? ഞാൻ ഗുരുക്കളാ. കിണറിന് സ്ഥാനം കാണാൻ വന്ന ആളാ. ഇത് വെള്ളം ഉള്ളിടത്ത് തേങ്ങ നിൽക്കും. അവിടെ കുഴിച്ചാൽ വെള്ളം കാണും. ഞാനിങ്ങനെ സംഭവം കണ്ടിട്ടില്ല. സാറ് വാ, ഞാൻ കാണിച്ചു തരാം. സാർ എന്റെ തേങ്ങാവെള്ളം എന്തുമാത്രം കാണാൻ കിടക്കുന്നു. പിന്നല്ലയോ എന്റെ അപ്പനെ. ഇറങ്ങി വാ സ്വാമിയേ. കണ്ടോ? ഓം അങ്ങോട്ട് ആരും ഓടിപ്പോലോ. അവിടെ പട്ടി കിടപ്പുണ്ട്. തേങ്ങ കറങ്ങി ഇവിടെ നിന്നു. ഇവിടെ കുഴിച്ചാൽ വെള്ളം കിട്ടും. ഇവിടെ വേണ്ട. ഇവിടെ വെള്ളം കിട്ടുന്നുള്ളൂ. ഇവിടെ വേണ്ട. വേണ്ട അല്ലേ? വേണ്ട വേണ്ട, ഇവിടെ വേണ്ട. വേണം വേണം. ഇവിടെ കുറ്റിയടിച്ചോ. നിങ്ങൾക്ക് എന്താണ് ഇവിടെ അയാൾ പറഞ്ഞില്ലേ ഇവിടെ കുറ്റിയടിക്ക്? അല്ല വേണ്ട സാറേ, വെള്ളം കിട്ടിയില്ലെങ്കിലും വേണ്ട സാറേ. ഇവിടെ എന്റെ പൊന്ന് സുഹൃത്തെ, ഇവിടെ കുറ്റി അടിച്ചെങ്കിലേ വെള്ളം കാണത്തുള്ളൂ. ഈ അയ്യത്ത് വേറെ അടിക്കണവിടെ സ്ഥലമില്ല. കുറ്റിയടി അടിക്കണവിടെ. എന്റെ തേങ്ങ എവിടെ കറങ്ങി നിൽക്കുന്നു അവിടെ വെള്ളം കാണും. അവൻ ഞാൻ കാണിച്ചു. സൂപ്പർ വാറ്റ്. വെള്ളം കണ്ടേ. അത് വേസ്റ്റ് വെള്ളം പോണ പൈപ്പാണ് സാറേ. ആണോ? നീ ഇതൊന്ന് മാറ്റിക്കേ. വേസ്റ്റ് അല്ലേ സാറേ? മാറ്റണം അങ്ങോട്ട്. പോകുന്നില്ല നല്ലത്. മാറ്റ്. എന്നാലും വേണ്ടല്ലേ. മാറ്റ്, മാറ്റ്. അയ്യേ എന്തോന്നു ചെയ്യുന്നത്? മാറ്റടാ അങ്ങോട്ട്. മാറ്റടാ. ആഹാ ആഹാ, ആദ്യമായിട്ടാ എന്റെ തേങ്ങ വാറ്റ് കണ്ടുപിടിക്കുന്നത്. അയ്യ,
വേസ്റ്റ് വെള്ളം. ഉം. കൊള്ളാം. ആ പോടാ. പോടാ കുഞ്ഞിനെ കുത്താതെ ആ നടക്ക് നടക്ക്. കൈയടിച്ച് നടക്കടാ. പ്രോത്സാഹിപ്പിക്കുന്നു. ഉം. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് മീനെന്ന് മാച്ച് പൊരിച്ചളയരുത്. ഇവിടെ കുറെ പന്ന പട്ടികൾ കറങ്ങി നടക്കുന്നുണ്ട്. മതി മതി. നടക്ക് നടക്ക് നടക്ക്. കൊച്ചേട്ട പോവട്ടോ. അച്ഛനെ ഇപ്പൊ പറയാമെന്ന് എനിക്കറിയത്തില്ല. എന്താടാ ചേച്ചിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഹാപ്പി ന്യൂ ഇയർ. പോയിട്ട് വാ. വാ. സാറേ ഒന്ന് നിൽക്കണേ, ഇതൊന്ന് ഇറക്കിക്കോട്ടെ. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേടാ, കുറ്റി അടിക്കല്ലേ എന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്റെ തേങ്ങ കറങ്ങി നിൽക്കുന്നിടത്ത് അവിടെ വെള്ളം കാണുമെന്ന്. നിന്റെ ഒരു തേങ്ങ എന്റെ തേങ്ങ